പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവ്. അപ്പം ആർക്കാണ് പരിശുദ്ധാത്മാവ്? യേശു പറഞ്ഞ വാക്ക് പറയാം, ചോദിക്കുന്ന ഏവർക്കും സൗജന്യമായി കർത്താവ് കൊടുക്കത്തില്ല. അപ്പോൾ അവിടെ സഭാവിഭാഗം ഒന്നുമില്ല. അതിന് മുമ്പേ യേശു ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പ് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേള് കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊന്ന് ചോദിച്ചാൽ. എന്നിട്ട് പറഞ്ഞതാണ്, ചോദിക്കുന്നവർക്ക് എത്രമാത്രം അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ നിങ്ങളെക്കാളും ആഗ്രഹം, എന്നെക്കാളും ആഗ്രഹം ദൈവത്തിന് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെന്ന്. ആ പരിശുദ്ധാത്മാവിനാൽ ദിനംതോറും നിറഞ്ഞുകൊണ്ടിരിക്കണം. അനോയിന്റിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ദി അനോയിന്റഡ് വൺ ഈസ് ലിവിംഗ് ഇൻസൈഡ് ഓഫ് യു. യേശുവാണ് അഭിഷക്തൻ. ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ അഗെയിൻ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് റീചാർജ് യുവർ സെൽഫ്. ഈ ഞായറാഴ്ച ശുശ്രൂഷിച്ചു, നല്ലതായിരുന്നു, അതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അടുത്ത ശുശ്രൂഷയ്ക്ക് മുമ്പേ ഉള്ള ഒരുക്കങ്ങളാണ്. ഒരു മീറ്റിംഗ് ശരിയായി, അതുകൊണ്ട് അത് കഴിയുമ്പം ആണ് പിന്നെയും പ്രാർത്ഥനയിലോട്ട് ഊറ്റിയിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ടു ഇൻക്രീസ് ഇൻ അനോയിന്റിങ്. എല്ലാ ദിവസവും അവന്റെ നിറവിൽ നിന്നും നിറഞ്ഞുകൊണ്ടിരിക്കണം.